പ്രവാസ ലോകത്തെ വാർത്തകൾ. വിസ കാലാവധി കഴിഞ്ഞതും സൗദി അറേബ്യയിൽ തുടരുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടി. 1,00,000 റിയാൽ വരെ പിഴയും തടവ് ശിക്ഷയും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും സൗദിയിൽ തുടർന്നാൽ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിട്ടുപോകാത്തവർക്ക് 50,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും ഇതിനു പുറമെ നാടുകടത്തലും നേരിടേണ്ടി വരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിലുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് അധികൃതർ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സൗദിയിലെത്തുന്ന പ്രവാസികളുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടും നിയമപ്രകാരം റിക്രൂട്ട് ചെയ്യപ്പെട്ടവരുടെ യാത്രാവിവരങ്ങൾ യഥാസമയം അധികൃതരെ അറിയിക്കാത്ത സ്പോൺസർമാർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പൊതുസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ താമസം തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി പൊതുജനങ്ങളുടെ സഹകരണവും മന്ത്രാലയം തേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം കാരണം ബഹ്റിൻ വ്യാപാര മേഖലയിൽ പ്രതിസന്ധി. വ്യവസായ മേഖലയ്ക്കാണ് കൂടുതൽ നഷ്ടമുണ്ടായത്. പശ്ചിമേഷ്യ യുദ്ധം കാരണം ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയും കടൽ വ്യോമ ഗതാഗത മാർഗങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തത് ബഹ്റിൻ വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയുണ്ടാക്കി. ഈ 3 മാസത്തിനുള്ളിൽ ഏകദേശം 694 ദശലക്ഷം ദിനാറിന്റെ ഇറക്കുമതി കുറവുണ്ടായതായാണ് കണക്കാക്കപ്പെടുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഷിപ്പിംഗ് പാതകൾ തുറന്നതോടെ വ്യാപാരം വീണ്ടും മെച്ചപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 287.7 ദശലക്ഷം ദിനാറും മെയ് മാസത്തിൽ 373.2 ദശലക്ഷം ദിനാറുമായിരുന്നു ഇറക്കുമതി. മാർച്ചിലെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ നിന്നും 69% വർധനവാണിത്. യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് വ്യാപാരം തിരിച്ചെത്തിയിട്ടില്ല. ജനുവരി ഫെബ്രുവരി മാസങ്ങളെ ശരാശരി ഇറക്കുമതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മെയ് മാസത്തെ ഇറക്കുമതി 29% കുറവാണ്. 2020 കോവിഡ് മഹാമാരിക്ക് ശേഷം ബഹ്റിൻ നേരിടുന്ന ഏറ്റവും വലിയ വ്യാപാര പ്രതിസന്ധിയാണിത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി 57.4%, ഓസ്ട്രേലിയയിൽ നിന്നുള്ള 81.6%, ജപ്പാനിൽ നിന്നും 69.9%, അമേരിക്കയിൽ നിന്നും 50.9% കുറവുണ്ടായി. അതേസമയം സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി 18.2% വർദ്ധിച്ചു. റോഡ് മാർഗങ്ങളും ഗൾഫ് മേഖലയിലെ ചെറിയ കടൽപാതകളും പ്രയോജനപ്പെടുത്തിയത് സൗദിയിൽ നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കി. വ്യവസായ മേഖലയ്ക്കാണ് വലിയ നഷ്ടമുണ്ടായത്. വാഹനങ്ങൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കും 72.8%, അസംസ്കൃത വസ്തുക്കൾക്കും ലോഹങ്ങൾക്കും 74.9%, ധാതു ഇന്ധനങ്ങൾക്കും എണ്ണയ്ക്കും 62.5% ഇറക്കുമതി കുറഞ്ഞു. ഇരുമ്പ്, അയിര്, അലുമിനിയം ഓക്സൈഡ്, വിമാന എഞ്ചിൻ ഭാഗങ്ങൾ എന്നിവയുടെ ഇറക്കുമതിയിലും വലിയ ഇടിവുണ്ടായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുവൈറ്റിലെ സ്വകാര്യ ആശുപത്രികളിൽ പണമിടപാടുകൾക്ക് പുതിയ നിബന്ധന. വൻതുകയുടെ ഇടപാടുകൾക്ക് പേയ്മെന്റ് നിർബന്ധമാക്കി. കുവൈറ്റിൽ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ 10 ദിനാറിലധികമുള്ള പണ ഇടപാടുകൾക്ക് വാണിജ്യ വ്യവസായ മന്ത്രാലയം നിയന്ത്രണം ഏർപ്പെടുത്തി. അധിക തുകയുടെ ഇടപാടുകൾക്ക് അംഗീകൃത ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങളിലൂടെ മാത്രമേ ഇനി പണം സ്വീകരിക്കൂ. ആശുപത്രികൾ, മെഡിക്കൽ സെന്ററുകൾ, ക്ലിനിക്കുകൾ തുടങ്ങി എല്ലാ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും പുതിയ നിബന്ധന ബാധകമാണ്. തിങ്കളാഴ്ച മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അടച്ചുപൂട്ടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാനും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നീക്കം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.